ജൂബിലിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ റോമിലേക്ക് പോകാമെന്ന് വെച്ചു. റോമിലെ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പച്ച ബാഗ് കിട്ടി. പിന്നെ ഒരാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടുപ്പാണ്. ഫസ്റ്റ് തന്നെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ യൂത്ത് ജൂബിലിയുടെ വെൽക്കം മാസ് ആയിരുന്നു. അകത്ത് കയറാൻ ലൈനിൽ നിന്നാണെന്നൊന്നും പറയാൻ പറ്റൂല. ലോകത്തിലെ എല്ലാ രാജ്യക്കാരുടെയും നടുവിൽ നിന്നൊരു അനുഭവമായിരുന്നു അത്. സോ ഒട്ടും ബോറടിച്ചില്ല. പാട്ടുപാടിയും ഡാൻസ് കളിച്ചും ലൈനിൽ നിന്നു. അകത്ത് കയറിയപ്പോൾ കണ്ടിട്ടും മതിയായില്ല. കത്തോലിക്ക തിരുസഭ 2 കൈ നീട്ടി ഞങ്ങളെ സ്വീകരിക്കാൻ നിൽക്കുന്ന തരത്തിലുള്ള വലിയ തൂണുകൾ. പിന്നെ ജീവിതത്തിൽ ഏറ്റവും കൊച്ചു നിമിഷങ്ങളായിരുന്നു. ലയോ 14 പാപ്പയെ ഇത്ര തൊട്ടടുത്ത് കാണാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഇത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അകം, കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യം. നമ്മുടെ പത്രോസ് ലിഹായുടെ ശവകുടീരത്തിനടുത്ത് നിന്നപ്പോൾ ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കാനുള്ള സന്തോഷം കൊണ്ട് ഹൃദയം പൊട്ടിപ്പോയി. പിന്നെ ഞങ്ങളുടെ സ്വന്തം വാഴ്ത്തപ്പെട്ട ജോർജോ ഫ്രസാത്തിയുടെ ശവകുടീരത്തിൽ പോയി. ഈ വരുന്ന സെപ്റ്റംബർ 7 അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കും. ഈ വിശുദ്ധൻ കൊത്തലൊങ്കോ ഹൗസിൽ വോളണ്ടിയറായി സേവനം ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു പടി കൂടുതൽ അടുപ്പമുണ്ട് കേട്ടോ. പിന്നെ പല ഭാഷകൾ സംസാരിക്കുന്ന യൂത്തിൻ്റെ കൂടെ ദിവസവും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. നമ്മുടെ കൾച്ചറിൽ നിന്ന് മാറി ചിന്തിക്കാൻ പറ്റിയ വലിയൊരു അവസരമായിരുന്നു അത്. ബാക്കിയുള്ള ടൈം റോമിലെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു, വഴിയോരത്തേക്കിരുന്ന് കഴിച്ചു. യേശുവിലുള്ള വിശ്വാസത്തെ പ്രതി രക്തം വീണ കൊളോസിയം കണ്ടപ്പോൾ തന്നെ രോമമൊക്കെ എഴുന്നേറ്റ് നിന്നു. പിന്നെ ലാസ്റ്റ് ഡേ തോർ വെർഗാത്തയിൽ പാപ്പയുടെ കൂടെ. Entusiasmo a tutto il mondo. Voi siete sale della terra, luce del mondo e portate questo saluto a tutti i vostri amici, a tutti i giovani che hanno bisogno di un messaggio di speranza. Grazie di nuovo a tutti voi e buon viaggio!